ബിഗ് ബോസ് മലയാളം സീസൺ 7 സൺഡേ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ശനിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാൻ വേണ്ടി ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു എപ്പിസോഡ് എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്തിരുന്നത്. കാരണം അതിനകത്ത് അത്രയ്ക്ക് വലിയ ഒരു എന്തെങ്കിലും ഉണ്ടായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും അങ്ങനെ ഒരു സംഭവം കരുതില്ല. അക്ബർ രേണു എന്ന് പറഞ്ഞ അവരുടെ ഒരു ഇഷ്യൂ, ആ സെപ്റ്റിക് ടാങ്ക് കരത്തിൻ്റെ ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് അതിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം. ബാക്കി നോക്കുകയാണെങ്കിൽ 7ൻ്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയതായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചാൽ സൺഡേ എപ്പിസോഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ, ലാലേട്ടൻ്റെ ആ ഒരു കോസ്റ്റ്യൂം, നമ്മുടെ ആ ഒരു സാറ്റർഡേ എപ്പിസോഡിൽ ആ ഒരു കോസ്റ്റ്യൂമും ആ ലുക്കും നൈസായിരുന്നു. ആ കാര്യം ഇവിടെ പറയണം. ലാലേട്ടൻ്റെ എൻട്രി ഒരു ഡ്രാഗൺ ഡ്രസ്സിട്ടാണ് എൻട്രിയും കാരണമായിരിക്കുന്നത്. നോമിനേഷനിൽ വന്നവരെ ആദ്യമേ അങ്ങ് എണീക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് രഞ്ജിത്ത് മുൻഷീനാണ് പുറത്തയക്കുന്നത്. പിന്നെ ശൈത്യ, അനുമോൾ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. ഔട്ടാകുമോ ഇന്നാവുന്ന കാര്യങ്ങളൊക്കെ രഞ്ജിത്തിനാണ് ആദ്യമേ പിടിച്ച് പുറത്താക്കിയത്. രഞ്ജിത്തിൻ്റെ ആ ഒരു എവിക്ഷൻ, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു മര്യാദ ഇല്ലാത്തൊരു പോക്കാണ് രഞ്ജിത്ത് കാണിച്ചിരിക്കുന്നത്. ഒരു രീതിക്കുള്ള ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ അദ്ദേഹം അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങി പോടോ എന്ന് പറഞ്ഞ കണക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇയാളുടെ ഈ ഒരു മുരടൻ സ്വഭാവം കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ ഒരു ചാൻസോ കാര്യം കിട്ടാതെ ഇത്രയും നാളങ്ങ് ഒതുങ്ങിപ്പോകും. ഇവിടെ ബിഗ് ബോസ് ഹൗസിലെ ഇത്രയും ദിവസം വന്നില്ല ഈ മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ എന്താണ് അവിടെ കാണിച്ചത്, എന്ത് ഗെയിമാണ് കാണിച്ചത് വെച്ചാൽ എനിക്ക് വലിയ ഒരു ഭയങ്കര ഗെയിമോ കാര്യമോ നടത്തുമെന്ന് എനിക്ക് തോന്നി. ആ റെന ഫാത്തിമയായിട്ട് എന്തൊക്കെയോ കുറേ സംസാരങ്ങൾ, ഒരു കുട്ടിക്കളി പോലെ അയാൾ എന്തൊക്കെയോ ചെയ്യുന്നത്, അയാൾക്ക് ഒരു ഐഡിയയും കാര്യങ്ങളൊന്നും പുറത്തുകൊണ്ടുവന്നത്. ഇതിനകത്ത് ശൈത്യയാണ് പുറത്തു പോകാൻ ഞാൻ കരുതുന്നത്. ശൈത്യയുടെ ആ ഒരു ഇത്രയും വോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ശൈത്യ പുറത്താണ് ഞാൻ കരുതുന്നത്. പക്ഷേ ശൈത്യ സേവ് ആയിട്ടുണ്ട്. ഇദ്ദേഹമാണെങ്കിൽ ആ ഒരു ഡോർ തുറന്നു ഇറങ്ങിയൊരൊറ്റ പോക്ക്. ശരത്തും അക്ബറും ആണെങ്കിൽ ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു നിൽക്കേണ്ടത് എന്താ കരുന്നൊക്കെ. പിന്നെ ലാലേട്ടൻ ശൈത്യയോട് നന്നായിട്ട് ഗെയിം കളിക്കാൻ പറഞ്ഞേക്കാണ്. നന്നായിട്ട് ഗെയിം കളിച്ചാൽ ഇനി പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം വെച്ചാൽ ഒരു സംഭവം ഇങ്ങനെ എടുത്തിട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ പേഴ്സണലി കരുതിയ കാര്യം ശൈത്യ പുറത്താണെന്ന് ഞാൻ കരുതുന്നത്. ശൈത്യ എന്തായാലും പുറത്ത് പോകുമെന്നാണ് ഞാൻ എൻ്റെ ഒരു ഇതിക്ക് ഞാൻ കരുതിയ ഒരു കാര്യങ്ങളൊക്കെ. അടുത്തേ വന്നത് കംപ്ലൈൻറ്റ് ബോക്സാണ് വന്നിരിക്കുന്നത്. അനീഷിനെതിരായ പരാതിയും മറ്റുള്ളവർക്കെതിരെയുള്ള പരാതി എന്നൊരു 2 ബോക്സ് വരികയുണ്ടായി. ഈ കംപ്ലൈൻറ്റ് ബോക്സ് ഇങ്ങനെ കൊണ്ടുവച്ചത് പിന്നെ ഏറ്റവും ചർച്ചയായ ഒരു പരാതിയാണ് ആദില നൂറേനെ പറ്റി അനീഷ് പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു ചർച്ചാ വിഷയമായി മാറിയത്. ആദിലയുടെയും നൂറയുടെയും പേഴ്സണൽ ലൈഫിനെ പറ്റി അനീഷ് ഒരു ചോയ്സും കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ ഒരു സംഭവത്തോട് എനിക്ക് തോന്നിയിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് പറഞ്ഞ ഒരു കാര്യം കൃത്യമായ കാര്യമാണ് പറഞ്ഞത്. അനീഷ് പറഞ്ഞൊരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ: നിങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ടൊന്നും ഒത്തുചേർന്ന് പോയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യമാണ് അനീഷ് പറഞ്ഞത്. പക്ഷേ അനീഷ് ചിന്തിക്കാത്ത അല്ലെങ്കിൽ അനീഷ് അറിയാത്തൊരു കാര്യമുണ്ട്. അവരുടെ വിഷയത്തിൽ കുടുംബപരമായിട്ട് ഇത്രയേറെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അനീഷ് അറിയുന്നില്ല. പക്ഷേ അനീഷ് പറഞ്ഞൊരു കാര്യം നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരുടെയും ഇഷ്ടം അവരുടെ ഫാമിലി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ എന്ത് നന്നായിരിക്കും. ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനെതിരെയാണ് ആദിലായും നൂറായും പൊട്ടിത്തെറിച്ച് സംസാരിച്ചെന്നുള്ള കാര്യമാണ് ഞാൻ കണ്ട കാര്യം. അനീഷ് പിന്നെ ഒരു നോൺ സെൻസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ആദിലയുടെയും നൂറയുടെയും ആ ഒരു പ്രശ്നം ഭയങ്കര കോടതി വിഷയങ്ങൾ, കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ബിഗ് ബോസ് ഷോയ്ക്ക് ആ വിഷയങ്ങളിൽ ഇടപെട്ട് ഒന്നാക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇവിടെ കോടതി ഇടപെട്ടിട്ടോ നിയമം ഇടപെട്ടിട്ടോ നടക്കാത്ത വിഷയം ബിഗ് ബോസിൻ്റെ ശബ്ദത്തിൻ്റെ ഉടമയ്ക്കോ ഈ അണിയറ പ്രവർത്തകർക്കോ പറ്റത്തില്ല. അത് കടന്നുകയറ്റമായിപ്പോവും, ഒരു വിഷയത്തോടുള്ള കടന്നുകയറ്റം പോലെ ആയിപ്പോന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. അതുകൊണ്ട് ബിഗ് ബോസിനോ ഈ റിയാലിറ്റി ഷോയ്ക്കോ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പറ്റത്തില്ല. ഇതാണ് സത്യസന്ധമായ ഒരു കാര്യം. ആദില നൂറ വിഷയം അനീഷിൻ്റെ ഈ ഒരു ചർച്ചയും കാര്യങ്ങളായ സമയത്താണെങ്കിൽ ആദിലങ്ങ് കരയുന്നുണ്ട്. ആദില കരഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആവുന്നുണ്ട്. ഈ കരച്ചിൽ കണ്ടിട്ട് അനീഷും അപ്സെറ്റ് ആവുന്നുണ്ട്. അനീഷിനെ ആദ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയെന്നുള്ള കാര്യങ്ങളെ കൊണ്ട് അനീഷും അപ്സെറ്റ് ആവുന്നുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. കുറച്ച് ദിവസം മുമ്പ് അനീഷ് നല്ല ഒരു പ്രൊവോക്ക് വെറുപ്പിക്കൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അനീഷ് ഇപ്പോൾ നല്ല ഡീസൻ്റ് ആയിട്ടുണ്ട്. അനീഷിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ അനീഷ് നന്നായിട്ട് ഇപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്ത് അധികം ഒരു പ്രൊവോക്ക് കാര്യങ്ങളും കുറച്ച് അഭിപ്രായങ്ങളിലേക്ക് പറയുക എന്നുള്ള കാര്യം മാത്രമാണ് അനീഷ് മുന്നോട്ട് വെക്കുന്ന ഒരു ഗെയിം. എനിക്കിപ്പം തോന്നിയൊരു കാര്യം പറഞ്ഞാൽ തന്നെ ആദിലയുടെയും നൂറയുടെയും ലൈഫിൽ ഒരു നല്ല കാര്യം വരട്ടെ എന്നുള്ള ഒരു അഭിപ്രായം പോലെ അനീഷ് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിനപ്പുറത്തേക്ക് എനിക്ക് ഇത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നതുമില്ല. ഒരു കാര്യവും പറയാൻ എനിക്ക് അത്രയ്ക്കങ്ങ് വരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു അനീഷിൻ്റെ കംപ്ലൈൻറ്റ് ബോക്സ് ആണല്ലോ വായിക്കുന്നത്. അപ്പം ശരത്ത് അനീഷിനെതിരെ ഒരു ആരോപണങ്ങളും കാര്യങ്ങളും കാണുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര ഒരു പ്രൊവോക്ഡ് ആണ്, അദ്ദേഹം ആരുടെയും വാക്ക് കേൾക്കുന്നില്ല എന്നുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് ശരത്ത് എന്തൊക്കെയോ പറയുന്നു. അതൊന്നും ഒരു
ലോജിക്ക് പോലും ഇല്ലാത്ത കാര്യങ്ങളല്ല. പിന്നെ ബിന്നിയും പറഞ്ഞു, പിന്നെ ശാരിക അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ KB വന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ അനീഷിൻ്റെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം, ആ ഒരു ഗെയിം പ്ലേ നന്നായിരുന്നു, അനീഷ് നന്നായിട്ട് ഗെയിം കളിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ശാരികയും പറഞ്ഞ ഒരു കാര്യവും കറക്റ്റായിട്ട് എനിക്ക് പെടുത്തി തോന്നിയൊരു കാര്യം. അനീഷിനെതിരെ കഠിനമായ ആരോപണങ്ങൾ നടത്തി അനുമോളും രംഗത്തൊക്കെ ഒന്നേക്കാണ്. അനുമോളെ പറ്റി പറഞ്ഞു, അനുമോക്ക് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ കുറേ രീതികളും കാര്യങ്ങളും അത്ര പിടിക്കുന്നില്ല, സംസാരം വിഷയങ്ങൾ അങ്ങനെയൊക്കെയാണ് അനുമോൾ പറഞ്ഞ കാര്യം. അതൊക്കെ ഒരു പേഴ്സണായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇത് ഇത്രയും ആൾക്കാർ ഈ ഒരു അനീഷിനെതിരെ കുറേ ആരോപണങ്ങൾ കളിച്ച സമയത്ത് ആദില നൂറ മുന്നോട്ട് വെച്ച ഒരു സംഭവമല്ലാതെ മറ്റാൾക്കാരും അനീഷിനെതിരെ പറഞ്ഞ ഒരു കാര്യങ്ങളൊന്നും അത്ര ഒരു വാല്യൂ ഉള്ളിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ലാലേട്ടൻ ഒരു ബ്രേക്ക് കൊടുത്ത് പോയ സമയത്താണെങ്കിൽ അനീഷും അനുമോളും തമ്മിൽ ഈ ഒരു കാര്യം പറഞ്ഞ് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അതൊക്കെ അനാവശ്യമായ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, അതൊന്നും വലിയൊന്നുമില്ല. പിന്നെ അനിൽ സാബുവും ബിൻസിയും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, അതിൻ്റെ ഒരു ചർച്ചയുണ്ടായി, അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എവിടെയും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അനുമോളുടെ ഒരു ആരോപണത്തിൻ്റെ വീഡിയോയും കാരണം കാണിച്ച് അക്ബറിൻ്റെ നോട്ടം ശരിയില്ലെന്നുള്ള കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അക്ബറിൻ്റെ എന്ത് നോട്ടമാണ് ശരിയില്ല എന്ന് ലാലേട്ടൻ ചോദിച്ച സമയത്താണെങ്കിൽ അനുമോൾ ഇങ്ങനെ ഒരു കാര്യം പറയുണ്ടായി, അക്ബറിൻ്റെ ദേഷ്യത്തോടുള്ള നോട്ടം, പകയോടുള്ള നോട്ടം, അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെടാത്ത നോട്ടം, അതാണ് ഉദ്ദേശിക്കുന്ന കാര്യം. അല്ലാതെ അതിനൊരു ഡബിൾ മീനിങ്ങോ അല്ലെങ്കിൽ അമ്മാതിരി ഒരു ബാഡ് നോട്ടം എന്നുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. ഈ ഒരു ദേഷ്യം, പക, ഇഷ്ടമില്ലായ്മ അങ്ങനെ അനുമോളെ അക്ബർ നോക്കുന്നു എന്നാണ് അനുമോൾ പറയുന്നത്. പിന്നെ അന്നത്തെ ആ ഒരു ഡോക്ടറുടെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ ലാലേട്ടൻ ഇവിടെ എന്താണ് ലാലേട്ടൻ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഒരു ഒന്നൊന്നര വളച്ചൊടിപ്പാണ് കാണിക്കുന്നത്. ഞാൻ ഒരു 2-3 ഉദാഹരണങ്ങൾ പറയാം, എനിക്കത് ഇവിടെ പറഞ്ഞേ പറ്റൂ. അത് ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഈ ചാനൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒരു കാര്യങ്ങളൊക്കെ പറയുകയാണ്. അന്ന് ഈ ഇടയ്ക്ക് മറ്റേ നമ്മുടെ രേണുവിനെ സെപ്റ്റി ടാങ്ക് വിളിച്ചൊരു സംഭവമില്ല, അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഈ അനുമോൾ എന്തിനാണ് ജെൻഡർ കാർഡ് ഇറക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ. ശരിക്കും അവിടെ അനുമോളാണോ ജെൻഡർ കാർഡ് ഇറക്കിയത്? അനുമോൾ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ റിപ്പോർട്ട് ഡേ 3 ബിഗ് ബോസ് സീസൺ 7 ഡേ 3 6 മിനിറ്റ് കഴിഞ്ഞിട്ട് അനുമോളും രേണു സംസാരിക്കുന്ന ഒരു കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് പറയാം, ഒരു കാണാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമുണ്ട്. രേണുവിനടുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ചേച്ചി ഇവിടെ ആരും വിധവകളെ പറ്റിയോ സ്ത്രീകളെ പറ്റിയോ പരാമർശിച്ചില്ല, അക്ബർ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പം നിങ്ങൾ ഒരു മറുപടി കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെവിടെയാണ് ജെൻഡർ കാർഡ് ഇറക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വുമൺ കാർഡ് ഇറക്കിയിരിക്കുന്നത്? പിന്നെ ഇവിടെ ജെൻഡർ കാർഡും വുമൺ കാർഡും ഇറക്കി കളിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രേണു സുധിയാണ് ഇറക്കി കളിച്ചിരിക്കുന്നത്. രേണു സുധി പറഞ്ഞ് ഞാനൊരു അമ്മയാണ്, ഞാൻ വിധവയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ രേണുവാണ് പറഞ്ഞത്. ഈ ലാലേട്ടൻ വന്ന് പറഞ്ഞത് അനുവാണ് പറഞ്ഞത്. എന്തോ അത്ര ശരിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇതൊക്കെ നമുക്കങ്ങനെ വിട്ടുകളയാൻ വേണ്ടി പെടുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഈ ഹോസ്റ്റ് എന്തെങ്കിലും ഒരാൾക്ക് ഇത്രയ്ക്ക് ബോധമില്ല ഞാൻ പിന്നെ ചിന്തിക്കുന്നത്. ഇയാൾ എന്താണ് പിന്നെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കില്ല. പിന്നെ അങ്ങേര് പറഞ്ഞ കാര്യമാണോ ശരി? ഇപ്പം ഇനി ശരി ജെൻഡർ കാർഡെന്ന് അവർ പറഞ്ഞൊരു കാര്യം, ഇനി അനുമോൾ വിധവളെ പറ്റി പറയരുത് എന്ന് പറഞ്ഞാണോ ജെൻഡർ കാർഡെന്ന് ഉദ്ദേശിക്കുന്നത്? ഇതെന്താണത്? ഇത് എന്ത് തരം ഒരു വളച്ചൊടുപ്പും ജഡ്ജ്മെൻറ്റാണ് ഇവിടെ ലാലേട്ടൻ ചെയ്തിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞത്. ഇതൊക്കെ ഭയങ്കരമായ ഒരു മോശമായിട്ടാണ് എനിക്ക് പേടിച്ചത് ഇപ്പോൾ ലാലേട്ടൻ്റെ ഈ ഒരു ജഡ്ജ്മെൻറ്റ് കരുതുന്നത്. പിന്നെ ഈ അക്ബർ ഈ ഷാനവാസും മറ്റേ അപ്പനിഷത്ത് വന്നില്ല ഡോക്ടറുടെ ഒരു വിഷയം പറഞ്ഞ അവിടെ ഒരു കലിപ്പുണ്ടായില്ല അന്ന് അനുമോളുമായിട്ട്. ആ ഒരു കഥയിൽ ഷാനവാസാണ് സത്യം പറഞ്ഞാൽ ഡോക്ടർമാരെ പറ്റി പറഞ്ഞ. അനുമോൾ പറഞ്ഞ കാര്യം എന്താ ഇത്രയേ ഉള്ളൂ, ചേട്ടാ പറ്റുന്നെങ്കിൽ മറ്റേ തലവേനാണെങ്കിൽ മറ്റേ ആവി പിടിക്കുക എന്നാണ് പറഞ്ഞത്. അതിനെ പിന്നെ ഡോക്ടറുടെ മരുന്നിന് വിലയില്ല, ഡോക്ടർക്ക് വില എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളാക്കി. ഇതൊന്നും ഈ ലാലേട്ടൻ കാണുന്നില്ലേ? അതെനിക്കറിയത്തില്ല, ഈ ലാലേട്ടൻ ഇതൊന്നും കാണുന്നില്ലേ? ഇപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അത് അവിടെ ആരാണ് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഷാനവാസാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതും വന്ന് വീണത് അനുവിൻ്റെ മണ്ടയ്ക്ക് വന്ന് വീണിരിക്കുന്നത്. എന്താണ് നടക്കുന്നത് ഇവിടെ? എനിക്കൊന്നും മനസ്സിലാകുന്നത് എന്താണ് നടക്കുന്നത്. നമ്മളൊക്കെ പിന്നെ അവിടെ പൊട്ടന്മാരോട് നിൽക്കുകയാണോ ഇവിടെ? പിന്നെ നമ്മൾ കണ്ട അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഷാനവാസാണ് ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. മുൻഷിരത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു, സംസാരിക്കുന്നു, റെനേനെ കൊണ്ട് ഒരു പരാതി ഉണ്ട്, ആ ഒരു കാര്യം പറയിക്കുന്നു. അങ്ങനെ ഒരു ചർച്ചയും കാര്യമൊക്കെ പോയിട്ട് പിന്നെ രഞ്ജിത്ത് ആർക്കും ഒരു പരാതി, രഞ്ജിത്തിന് ആരോടെ ഒരു പരാതിയോ കാര്യങ്ങളോ ഇല്ലെന്നൊക്കെ പറഞ്ഞ് രഞ്ജിത്തിൻ്റെ യാത്ര അയക്കാണ് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ആദില നൂറ ആൻഡ് നമ്മുടെ ഈ അനീഷിൻ്റെ ഒരു വിഷയങ്ങളൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നു, ഒരു ഒത്തുതീർപ്പാക്കുന്നു, അതവിടെ തീരുന്നു എന്നുള്ള കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ഇനി അവസാനമായിട്ടൊരു കാര്യം പറയാം. ആദിലായും നൂറായും അനീഷ് പ്രശ്നത്തിൻ്റെ ഒരു കാര്യമുണ്ട്. അനീഷ് അവരുടെ നല്ല ലൈഫ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ആ ഒരു പിണക്കം മാറട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. അത് അവർക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അതിനെ ആദില നൂറ ഒരു കണ്ടൻ്റ് ആക്കിയതാണെന്ന് എനിക്ക് അറിയത്തുമില്ല. ഇതൊക്കെയാണ് നടന്ന കാര്യങ്ങൾ. അനീഷ് അവരുടെ ഫാമിലി നന്നാവട്ടെ, അവർ നന്നാവട്ടെ എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതിനെയാണ് ഇപ്പോൾ ഈ രീതിക്ക് വളച്ചൊടിച്ചുകൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഇതാണ്
ഈ ഒരു സൺഡേ എപ്പിസോഡിൽ നടന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, വേറെ ഒന്നും നടന്നില്ല. പിന്നെ പുതുമ എന്നൊരു കാര്യം പറയണമെങ്കിൽ ഒന്നുമില്ല. ഇതാണ് സത്യമായ കാര്യം. എല്ലാ എപ്പിസോഡും പോലത്തെ കുറേ കാര്യങ്ങൾ സ്റ്റോർ റൂമിൽ പോകുന്നു, ഒരു സാധനം എടുത്തുകൊണ്ട് വരുന്നു, ചർച്ച ചെയ്യുന്നു, ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നു, തീർന്നു. ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകെ ടഫാകും എന്നൊക്കെ തോന്നുന്നു കഴിഞ്ഞാൽ ടഫാകുമായിരിക്കും. എനിക്ക് ഇത്രയൊക്കെ തോന്നുള്ളൂ ആ ഒരു കാര്യമാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ ഇതേപോലുള്ള അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഇതുള്ളൂ പറയാനായിട്ട്.